എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 30 ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യവ്യാപകമായ സെൻസസ് നടപടികൾക്ക് വരുന്ന ജൂലൈ മാസം 1 മുതൽ തുടക്കമാവുകയാണ്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് ജൂലൈ 1 മുതൽ 30 വരെ നടക്കുക. ഇതിനു മുൻപ് 2011 രാജ്യത്ത് വ്യാപകമായി സെൻസസ് നടന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളെയും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും കുറിച്ചുള്ള വിവരശേഖരണമാണ് നടത്തുന്നത്. സെൻസസിന്റെ 2ാം ഘട്ടമായ യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. ഇത്തവണ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഓൺലൈൻ വഴി വിവരങ്ങൾ നൽകിയവർക്ക് എച്ച് എന്ന് തുടങ്ങുന്ന ഒരു 11 അക്ക ID ലഭിച്ചിട്ടുണ്ടാകും. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുമ്പോൾ ഈ ID മാത്രം കൈമാറി വിവരങ്ങൾ ഒന്നുകൂടി സ്ഥിരീകരിച്ചാൽ മതിയാകും. എന്നാൽ ഭൂരിഭാഗം പേരും സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുണ്ടാകില്ല എന്നതിനാൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ചോദ്യാവലി പൂരിപ്പിക്കുന്ന പഴയ രീതി തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത്. വീടുകളിലെത്തുന്ന ഉദ്യോഗസ്ഥർ പ്രധാനമായും 34 ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യാവലിയിലൂടെയാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. കെട്ടിട നമ്പർ, വീടിന്റെ മേൽക്കൂരയും ഭിത്തിയും നിലവും നിർമ്മിച്ചിരിക്കുന്ന സാമഗ്രികൾ, വീടിന്റെ അവസ്ഥ, മുറികളുടെ എണ്ണം, കുടുംബനാഥന്റെയോ നാഥയുടെയോ പേരും ലിംഗഭേദവും, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണോ എന്ന വിവരം എന്നിവ ഇതിൽ ചോദിക്കും. കൂടാതെ കുടിവെള്ള സ്രോതസ്, വെളിച്ചം, കക്കൂസ് സൗകര്യം, അഴുക്കുചാൽ സംവിധാനം, പാചക ഇന്ധനം, വീട്ടിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാഹനങ്ങൾ, ഉപയോഗിക്കുന്ന പ്രധാന ധാന്യങ്ങൾ, മൊബൈൽ നമ്പർ തുടങ്ങി വീടും ചുറ്റുപാടുമായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു പ്രദേശത്തെ ജനസംഖ്യയും അവിടുത്തെ കുറവുകളും മനസ്സിലാക്കി കേന്ദ്ര സർക്കാരുകൾക്ക് പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനും ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും ഈ വിവരങ്ങൾ അത്യാവശ്യമാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തി നടപ്പിലാക്കുന്ന ഈ സെൻസസ് നടപടികളോട് നമ്മുടെ വീടിന്റെ യഥാർത്ഥ അവസ്ഥകൾ സത്യസന്ധമായി പറഞ്ഞ് പൂർണ്ണമായും സഹകരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിതരണത്തിൽ എണ്ണ കമ്പനികൾ നിയന്ത്രണം ഘടിപ്പിക്കുന്നതിനിടെ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി സിലിണ്ടർ വില കുറഞ്ഞേക്കുമെന്ന് റിപ്പോർട്ടുകൾ. പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം സിലിണ്ടർ ബുക്ക് ചെയ്ത് 5 ദിവസത്തിനകം ലഭിച്ചില്ലെങ്കിൽ ആ ബുക്കിംഗ് സ്വയം റദ്ദാകും. മുൻപ് ഇതിനൊരാഴ്ചത്തെ സമയമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോഴത്തെ ഈ മാറ്റം. വിതരണക്കാരുടെ അവധിയോ മറ്റ് സാങ്കേതിക കാരണങ്ങളോ കൊണ്ട് സിലിണ്ടർ ലഭിക്കാൻ വൈകിയാൽ പോലും ഉപഭോക്താവ് വീണ്ടും ബുക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. കൂടാതെ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള സമയപരിധി നിയന്ത്രണവും തുടരുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധ പ്രതിസന്ധിക്ക് ശമനമുണ്ടായ സാഹചര്യത്തിൽ വാണിജ്യ ഗാർഹിക സിലിണ്ടറുകളുടെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായാണ് സൂചന. ഇത് സംബന്ധിച്ച് എണ്ണ കമ്പനികളുമായി കേന്ദ്രം ഇതിനകം ചർച്ച നടത്തിക്കഴിഞ്ഞു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 500 രൂപ മുതൽ 700 രൂപ വരെ വില കുറഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തീരുമാനം ഹോട്ടൽ ഭക്ഷണ വില കുറയുന്നതിനും പൊതുജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകാനും വഴിയൊരുക്കും. സാധാരണയായി മാസത്തിലെ 1-ാം തീയതിയാണ് LPG വില പുതുക്കി നിശ്ചയിക്കാറുള്ളത് എന്നതിനാൽ ജൂലൈ 1 തന്നെ വിലക്കുറവ് പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ട്രാഫിക് നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നു. ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും കടുത്ത ശിക്ഷയും ലൈസൻസ് സസ്പെൻഷൻ നൽകുന്ന രീതിയുമാണ് പുതിയ ക്രമീകരണങ്ങൾ. ഇരുചക്ര വാഹനങ്ങളിൽ ഓടിക്കുന്നയാളോ പിൻസീറ്റിൽ ഇരിക്കുന്നയാളോ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ 3 മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. നിയമലംഘനം നടത്തുന്നവർ പിഴ ഒടുക്കുന്നതിന് പുറമെ 1 ദിവസത്തെ നിർബന്ധിത പരിശീലന ക്ലാസ്സിലും പങ്കെടുക്കേണ്ടി വരും. ഇതു സംബന്ധിച്ച് എല്ലാ ലൈസൻസിംഗ് അതോറിറ്റികൾക്കും RTO, ജോയിന്റ് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾക്കും മോട്ടോർ വാഹന വകുപ്പ് കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. റോഡിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ 6 മാസത്തെ ലൈസൻസ് സസ്പെൻഷനും 3 ദിവസത്തെ പരിശീലന ക്ലാസും ചുമത്തും. അമിത വേഗത, റേസിംഗ്, ചരക്കു വാഹനങ്ങളിൽ അമിത ഭാരം കയറ്റൽ എന്നിവയ്ക്കും ശിക്ഷാ നടപടികൾ ഉണ്ടാകും. മദ്യപിച്ചോ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ വാഹനം ഓടിക്കുകയോ അതുമൂലം മറ്റൊരാളുടെ മരണത്തിന് കാരണമാവുകയോ ചെയ്താൽ 1 വർഷത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. ആംബുലൻസ്, ഫയർഫോഴ്സ് തുടങ്ങിയ അടിയന്തര സർവീസ് വാഹനങ്ങൾക്ക് വഴിമാറി കൊടുക്കാതിരുന്നാൽ 6 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനൊപ്പം 1 ദിവസത്തെ പരിശീലനവും നേടണം. പൊതുജനങ്ങളുടെയും സഹയാത്രികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവരും ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ജൂൺ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപ
ജനങ്ങളിൽ എത്തിക്കുന്നതിനായി 1080 കോടി രൂപയുടെ ഫണ്ട് ധനകാര്യ വകുപ്പ് അനുവദിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം വിതരണ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ബാങ്കുകളിലെ സാങ്കേതിക തടസ്സങ്ങളോ സെർവർ തകരാറുകളോ കാരണം ചിലരുടെ അക്കൗണ്ടുകളിൽ പണം ക്രെഡിറ്റ് ആകാൻ നേരിയ താമസമുണ്ടാകാമെങ്കിലും ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് വ്യക്തമാക്കുന്നു അധികൃതർ. സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പണം വീട്ടിലെത്തിക്കുന്ന പ്രക്രിയ വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ ട്രഷറിയിൽ നിന്നും തുക പിൻവലിച്ച സൊസൈറ്റികൾ ഇതിനകം വിതരണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ ഇന്ന് തിങ്കളാഴ്ച മുതൽ സജീവമായി രംഗത്തിറങ്ങി വരുന്ന 3-ാം തീയതിയോടെ എല്ലാവരിലും തുക എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വിപുലമായ സാമ്പത്തിക കൈമാറ്റങ്ങൾക്കിടയിലാണ് ക്ഷേമ പെൻഷൻ വിതരണ രംഗത്ത് വലിയൊരു ഭരണപരമായ ശുദ്ധീകരണത്തിന് സർക്കാർ ഒരുങ്ങുന്ന വാർത്തകൾ നിയമസഭയിലൂടെ പുറത്തുവരുന്നത്. നിലവിലെ പെൻഷൻ പട്ടികയിൽ വൻതോതിൽ അനർഹരായ ആളുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും അത് പരിശോധിക്കാൻ പുതിയൊരു ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ MLA-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വ്യക്തമാക്കുകയുണ്ടായി. ഇതിനുദാഹരണമായി അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് താമസിക്കുന്ന ഒരാൾ തനിക്ക് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെട്ട വിചിത്രമായ സംഭവം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചപ്പോൾ മകൻ വിദേശത്താണെന്ന ഒരൊറ്റ സാങ്കേതിക കാരണം മുൻനിർത്തി നാട്ടിൽ തുണയില്ലാതെ കഴിയുന്ന പ്രായമായ അമ്മമാരുടെ പെൻഷൻ നിഷേധിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകുമെന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനെ ശക്തമായി പ്രതിരോധിച്ചു. എന്നാൽ അർഹതപ്പെട്ട ഒരാൾക്ക് പോലും ആനുകൂല്യം നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പു നൽകിയ സർക്കാർ നിലവിൽ പെൻഷൻ നിഷേധിക്കാൻ കാരണമാകുന്ന വീടിന്റെ വലുപ്പം, വീട്ടിൽ എയർ കണ്ടീഷനുള്ള അവസ്ഥ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളുടെ സാന്നിധ്യം തുടങ്ങിയ കടുപ്പമേറിയ ഭൗതിക പരിശോധനാ മാനദണ്ഡങ്ങൾ കാലോചിതമായി പുനഃപരിശോധിച്ച് ആവശ്യമായ ഇളവുകൾ വരുത്താൻ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്ന ശുഭവാർത്തയും പങ്കുവച്ചിട്ടുണ്ട്. ഈ മാസത്തെ പെൻഷൻ തുക നിങ്ങളുടെ കൈകളിൽ എത്തിയോ ഇല്ലയോ എന്ന വിവരം നിങ്ങളുടെ അനുഭവങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് വിതരണത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത വെള്ള, നീല കാർഡുടമകൾക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനായി 2026 ജൂൺ 27 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ ജൂലൈ 17 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരമുള്ളത്. ഓണത്തിന് മുൻപായി അർഹരായ 1,00,000 പേർക്കെങ്കിലും മുൻഗണനാ കാർഡ് നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നതിനാൽ കഴിഞ്ഞ തവണ അപേക്ഷകർ കുറവായിരുന്ന ഈ അവസരം അർഹരായ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണം. എന്നാൽ റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരംഗത്തിന് സ്വന്തമായി 4 ചക്ര വാഹനം, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീട്, പ്രതിമാസം 25,000 രൂപയ്ക്ക് മുകളിലുള്ള വരുമാനം എന്നിവ ഉണ്ടായിരിക്കുകയോ ആദായ നികുതി അടയ്ക്കുന്നവരോ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻ വാങ്ങുന്നവരോ കുടുംബത്തിൽ ഉണ്ടെങ്കിലോ മുൻഗണനാ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഈ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവരിൽ തന്നെ സർക്കാരിന്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, നിത്യരോഗികൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ എന്നിവർ ഉൾപ്പെട്ട കുടുംബങ്ങൾ എന്നിവർക്ക് അപേക്ഷകളിൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ്. ഇതിനെല്ലാം പുറമെ തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന BPL അർഹതാ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്നത് മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടാൻ വളരെ സഹായകമാകും. ഇതിനായി ആദ്യം നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അപേക്ഷ നൽകേണ്ടതും തുടർന്ന് ഉദ്യോഗസ്ഥർ വീടുകളിൽ വന്ന് ഫീൽഡ് തല പരിശോധന നടത്തിയ ശേഷം മാത്രം ലഭിക്കുന്നതുമായതിനാൽ പെട്ടെന്ന് ലഭിക്കാത്ത ഈ സർട്ടിഫിക്കറ്റിനായുള്ള നടപടികൾ വേഗത്തിൽ തന്നെ ആരംഭിക്കാൻ അപേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില തിങ്കളാഴ്ച താഴേക്ക് പോയി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 13,110 രൂപയും പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ശനിയാഴ്ച പവന് 880 രൂപ വർദ്ധിച്ച് 1,05,560 രൂപയിലായിരുന്നു വ്യാപാരം നടന്നിരുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.